ഹായ് ഹലോ കൂട്ടുകാരെ, ഞങ്ങളെ ഇത്താത്താൻ്റെ അടുത്തേക്ക് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുകോട്ടേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. എന്നാ ശരി നമ്മളെ പരിപാടി 24-ാം തീയതി കേട്ടോ. ഒരു മീറ്റപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നാ നമ്മളെ പരിപാടി ഷിജിയെ? നമ്മളെ പരിപാടി എന്നാ ഷിജിയെ? അപ്പോൾ ഡിസംബർ 24-ാം തീയതി ഞങ്ങളെ മീറ്റപ്പാണ് കേട്ടോ, തല്ലുമാല ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൊമെൻറ്റോ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ചെറുകോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ പോണത് ഷിജിൻ്റെ ഇതിൽ കൂടെയാണ്. കുട്ടീനെ അംഗൻവാടിക്കാക്കിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ താത്താൻ്റെ അടുത്ത് കയറി. അപ്പോൾ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അവളെയും കണ്ട് അവളോട് വണ്ടൂരിക്ക് പോരെന്ന് വെച്ചപ്പോൾ ഒക്കെ പൂതിയുണ്ട്. പക്ഷെ അവളൊരു പണി കഴിഞ്ഞിട്ടില്ല. ഞാൻ മിണ്ടാതെ വന്നതല്ലേ, അത് കാരണം അവളൊരു പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ ആരുമില്ല. അപ്പൂസ് സ്കൂളിൽ പോയിക്കണ്, ഓള് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓളെ ഹസ്ബൻഡ് അങ്ങാടിക്ക് പോയിക്കണ്, അമ്മ പിന്നെ ഹോസ്പിറ്റലിലല്ലേ പാവം. അപ്പോൾ ഞാനങ്ങനെ പോയപ്പോൾ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഓക്ക് പോരാൻ പൂതിണ്ടായാലും വണ്ടൂരിക്ക്, പക്ഷെ ഓക്ക് അക്ഷയ്ക്കൊക്കെ പോകും വേണം. അപ്പോൾ അതുകൊണ്ട് ഓള് പോരുന്നില്ല എന്നുള്ളൊരു ഇതിലാണ്. ഏതാ ഷിജി ഏതൊക്കെ കമ്മൽ നല്ല രസമുണ്ട്. ഇന്നാൾ ഈ കോണി കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ പറഞ്ഞിനേ, ഏതാണിത് കോണി, പിന്നെ എന്താ അപ്പോൾ അല്ല ഇതാരാണ് ചെയ്യുന്നത്, അവരെ നമ്പർ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. അമ്മേൻ്റെ റൂമാട്ടത്. എടി അമ്മേൻ്റെ റൂമിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ അടക്കിപ്പോൾ. അപ്പോൾ ഇതിൽ അപ്പൂസോ ഇതാണല്ലേ. അപ്പോൾ ഷീജി ഇതാക്കണം കേട്ടോ. ഇത് വണ്ടൂർക്ക് പോരെന്ന് വെച്ചിട്ട് പോര്. അക്ഷയ്ക്ക് കൊടുക്കോണ്. ചെറുകോടാണ് ഈ സുഖമാണ്. ഞാൻ ചെറുകൂട്ടക്കല്ലേ, അതിനൊലിക്കൊക്കെ ഉണ്ടാക്കും പോകേണ്ടി വരൂല്ലേ. അപ്പം ഞാൻ അവിടെ ആ ചെറുകോട് കയറ്റം കയറൂലേ, അവിടെ ഒരു മൊമെൻറ്റോ കടല്ലേ, പൂക്കളോ അത് അവിടേക്ക് പറയാം, ഒരു കളം തന്നെയാണ്. അപ്പോൾ അവിടുത്തെ പെണ്ണ് വിളിച്ചിരുന്നു, ഞങ്ങൾ താത്ത ഒന്ന് വന്ന് നോക്കിക്കോളി, എന്നാൽ പിന്നെ എനിക്ക് ഇഷ്ടമല്ലത് എടുക്കാമല്ലോ പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യുക, എന്നാൽ വന്ന് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമല്ലത് എടുക്കാമല്ലോ. പറ്റിയില്ല. ഇനി അങ്ങനെയല്ല, ഞാൻ എൻ്റെ അടുത്ത് കയറിയതല്ല, ഞാൻ ചെത്താത്താനത്ത് കൂടെ അങ്ങനെ കയറി പോകാൻ അംഗൻവാടിയിൽ നിന്ന് എഴുതിയതാണ്. അപ്പോൾ അവളാണ് എനിക്ക് ഇവിടെ എത്തിയപ്പോൾ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് കയറി. ഇതിലല്ലേ പോണത്, ഈ മുറ്റത്ത് കൂടെ പറഞ്ഞമാതിരി. അപ്പോൾ അത് കയറി. എനിക്കൊരു വീഡിയോ ആവും അല്ലേ, അതൊക്കെ അറിഞ്ഞപ്പോൾ കമൻറ്റ് വരും. അതല്ല കേട്ടോ മക്കളെ. ലൈറ്റൊക്കെ ഉണ്ടല്ലേ. ഷിജിയാ വന്നപ്പോളേ അവിടെ ഓളെ വല്യമ്മനോട് വർത്താനം പറഞ്ഞിരിക്കേന് കേട്ടോ. എന്താ വർത്താനം ഷിജിയെ? എന്താ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി? വലിയ സംഭവം. ഇന്നലെ ഉണ്ടാക്കിയ കാര്യം ഇന്നലെ ഉണ്ടാക്കിയ കറി വേണമെന്നൊന്നും ഇല്ലല്ലോ അല്ലേ. നിങ്ങളെ നോമ്പയക്കണില്ലേ, അതന്നെയാണ് ഇപ്പൊ തണുപ്പ് അല്ലേ. നിങ്ങളെ ഈ മാലടുന്ന കാലത്തല്ലേ തണുപ്പ് വരിക. ഞാൻ വെറുതെ ഈ ഉള്ളി തക്കാളിയും പിന്നെ മല്ലിയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുക്കറിൽ വിസിലടുപ്പിച്ച അപ്പൂ നല്ല ഇഷ്ടമാണ്. അതൊരു ടേസ്റ്റ്. സ്കൂൾക്ക് പിന്നെ എന്താ കൊണ്ടുപോവാ? പിന്നെ അത് കിഴങ്ങ് പൊരിക്കേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ചോറ് കൊണ്ടുപോവോ? ചോറുണ്ടോണം. ചോറ് സ്കൂളിൽ കിട്ടൂല. ശവം വാങ്ങൊന്നുമില്ല. വെല്ലുട്ടിയായതല്ലേ, മടിയാക്കാരം. എന്താ അമ്മന്റെ പാടടി? ഛർദിയാ? ഓ, അവിടെ ഏത് ചേച്ചിയാ? സന്ധ്യേച്ചിയാ. സന്ധ്യേച്ചിയാണ് തോന്നുന്നുണ്ട് എൻ്റെ രണ്ടാമത്തെ നാത്തൂത്താൻ്റെ. അപ്പോൾ സന്ധ്യനെ എനിക്കറിയുന്നൊക്കെ പറഞ്ഞിന് ദിവസം. ഓല് ചങ്ങാഴ്ചകളെ കരമാണെങ്കിൽ സന്ധ്യേച്ചിനോട് ചോദിച്ചു നോക്കുകൊണ്ട്. താത്താൻ്റെ പേര് ബുഷറാന്നാണ്, പട്ടാളക്കാരൻ്റെ എന്ന് പറഞ്ഞു നോക്കുകൊണ്ട്. അപ്പം എന്തായാലും അറിയക്കാരൻ. പാലക്കോടും പഠിച്ചു, ചാരങ്കാവും പഠിച്ചിക്കണ്. ചാരങ്കാവ് ഓരിഞ്ഞ് പാലക്കോടൊപ്പം പഠിച്ചാണോ അമ്മക്കറിയില്ല. അതൊരു ദിവസം ഇങ്ങനെ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞാണ്. അങ്ങനെയൊക്കെയാണ് മക്കളെ. ഇവിടെ വന്നപ്പോൾ ഒറ്റക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പണിയൊക്കെ ഒരുങ്ങിയിട്ടുള്ളൂ. തുടക്കൽ കഴിഞ്ഞാൽ ചേച്ചി അതന്നെയാണ് നല്ലൊരു തെളിച്ചട്ടോ. തിരുമ്പാനും കറിയൊക്കെ ഉണ്ടാക്കാണ്ടാവില്ലേ. എനിക്ക് ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാധനം പോകുന്നു. ഇവിടെ എന്നാൽ കുട്ടി പോയാൽ പിന്നെന്താ, ഞാൻ പിന്നെ എനിക്ക് പിന്നെ തീരെ നേരമല്ല. ഇന്നലെ അംഗൻവാടിയിൽ നിന്ന് പിന്നെ നേരെ
ഒരു വീഡിയോ എടുക്കാണ്ടായിരുന്നു പൂക്കോട്ടുംപാടത്ത് ഉം. ഒരു പർദ്ദക്കട ബാനുണ്ട് വിളിച്ചത് വേഗം വേറെ വാഹിതി ഉണ്ടായിന് ഞാനും വാഹിതിയും പോയി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഇത് ഇറക്കിയില്ലേ? ആടെ 1000 രൂപ ഉള്ള ഓരോ ഏത് മോഡൽ എടുത്താലും 1000 രൂപ നല്ല പർദ്ദകൾ. അമ്പർല കെട്ടൊക്കെ ഉണ്ടോ? എല്ലാ സൈസും ഉണ്ട്. ഇവിടെ കെട്ടണ ബാക്ക് കെട്ടണ അങ്ങനത്തെ ഒക്കെ പുതിയണ്ണാക്ക് പറ്റിയ പർദ്ദകളൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഞങ്ങൾ അവിടെ ഒരു വീഡിയോ ചെയ്തിനി. ആ വീഡിയോ ചെയ്ത് 2 ദിവസം കൊണ്ട് അതിൻ്റെ ഉള്ളിലെ പർദ്ദ ഫുള്ള് കാലിയായി. അന്നതിന് 30K വ്യൂ ഉണ്ടായിനി. ഒരു പർദ്ദയ്ക്ക് എത്ര കൊടുക്കണം? അതാണ് 1500, 2500, 200, 300 ഒക്കെ ഉണ്ട്. 2000. ചെറിയൊരു പർദ്ദയ്ക്ക് കൊടുക്കണം അല്ലേ? ഇതൊരു നല്ല പർദ്ദ മാത്രമല്ല, ഉള്ളിൽ ടോപ്പ് പാൻറ്റും ടോപ്പും അതിൻ്റെ മേലെ 2 പർദ്ദക്കും 1000. അപ്പം പിന്നെ നമുക്ക് പോയിക്കൂടെ. പിന്നെ ഇജിപ്പോൾ സ്കിറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പിന്നെ പർദ്ദൻ്റെ ആവശ്യമില്ല. ഉണ്ടല്ലേ? ഇതിൻ്റെ അടിയിലൊന്നും സ്കിറ്റ് ചെയ്തീനല്ലോ. സന്തോഷമായിട്ടും വന്നു. എനിക്ക് 2 ഉണ്ടല്ലേ വെറുതെ സ്കിറ്റ്. ഇതിൻ്റെ അടിയിലൊന്ന് സ്കിറ്റ് ചെയ്തോ? ആ. അപ്പോൾ ഷിജിൻ്റെ ഹസ്ബൻഡ് വന്നിക്കണം കേട്ടോ. ചായ എന്തെങ്കിലും കൊടുക്കുന്ന? വലിയ ഈ മാസമായതുകൊണ്ട് മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിക്കണ്. അമ്പലത്തിൽ പോയിനോ? ആ. അപ്പം അങ്ങനെയൊക്കെയാണല്ലേ. എന്നാ ഞാൻ പോണം അമ്മേൻ്റെ അടുത്തേക്ക്? അപ്പോൾ അപ്പോൾ ഞായറാഴ്ച രാത്രി പോവും. അങ്ങനെയാണല്ലേ. എന്നൊന്ന് വിളിച്ചു നോക്ക്. നമുക്കിപ്പോൾ എവിടുന്നാലും കുഴപ്പമില്ല, നമുക്ക് മൊമെൻ്റ് ആയാൽ പോരെ. വിഷ്ണുവിന് അതാ പണി? ജിഷ്ണുവിനോ? അതിൻ്റെ ഫോട്ടോ വിടാൻ പറയാം. വിജയങ്ങൾ രണ്ടാളും എന്തെങ്കിലും ഒരു പാട്ട് അടിക്കാണി. 2 പേര് പാട്ട് പാടാൻ എന്തിനാ മൂഡില്? എന്നാ ഷിജി പാട്ട് അടിക്കാം തന്നെ. ലോണിൻ്റെ അതിലെ ഏതായാലും പഠിച്ചോനെ വേ മാറി പോരട്ടല്ലേ ഹോസ്പിറ്റലിൽ നിന്ന്. എന്താ ഇപ്പം നല്ലൊരു സന്തോഷമായിട്ട് വരികയില്ലേ. എന്നാലും മാറി കിട്ടട്ടെ. അതൊക്കെ പറഞ്ഞോട്ടെ, പഠിച്ചോനറിയാലോ. വാഷിംഗ് മെഷീനോ? ഞാൻ കണ്ടു മെഷീൻ, എന്തോ ഒരു നല്ല മെഷീന്. ഉള്ളിൽ വെച്ചോ? പുറത്താണല്ലോ തിണ്ടൊക്കെ ഉണ്ടാക്കി. ആ, നല്ല മെഷീനാണ്. അപ്പോൾ ഒരു പുതിയ സബ്സ്ക്രൈബർ വിളിക്കുന്നുണ്ട് കേട്ടോ. അമ്മേൻ്റെ വർത്താനൊക്കെ അറിയാൻ വേണ്ടിയാണ്ടല്ലേ. എനിക്ക് കുറേ ആൾ വിളിച്ചില്ല. ഷിജി ഇപ്പം ആരാ? അയലൊക്കെക്കാരത്തി വന്നത് തരണളാ. ഞാൻ പോട്ടെ മക്കളെ. അപ്പം ഇനി ഫുള്ളായിട്ട് ഒന്ന് കുറേ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ അതിലാണ് പോകുന്നത്. അപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.